അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒരു പെരുന്നാളിലെ 304 അതായത് 302 ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ഇങ്ങനെ ജണ്ടാൽ വന്നിട്ട് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അതായത് ഉമ്മരട്ടെ വന്നിട്ടാണ് കേൾക്കുന്നത്. നാളെ പെരുന്നാളല്ലേ, ഞങ്ങൾക്ക് പുതിയ ഡ്രസ്സ് ഒന്നും ഇല്ലേണ്ടാണ് കേൾക്കുന്നത്. മദീനത്തിലുള്ള അതായത് ഞങ്ങൾ ചങ്ങായിമാരല്ല എന്താക്കിയുള്ളവർ ഞങ്ങൾ ഡ്രസ്സും കാര്യം ഞങ്ങൾ കാട്ടിയോണ്ടുള്ളവർ. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് യോടുകൊണ്ട് ആരട്ടെ വന്ന് കേൾക്കുക ഉമ്മട്ടിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കേൾക്കുക. അപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹുവിൻ്റെ കയ്യിൽ എന്തൊക്കെയില്ല പൈസ എന്തൊക്കെയില്ല ഒരു ഡ്രസ്സ് എടുക്കുക ചൊല്ലത്. അപ്പോഴാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഏറ്റവും വികാരഭരിതമായിട്ട് ഒരു സംഭവം ആരട്ട് മക്കളിട്ടിക്ക് ചൊല്ലത്. അപ്പോൾ പിന്നീട് നടന്നത് ചരിത്രത്തിലെ ഏറ്റവും ഒരു മനോഹരമായ കാര്യമായിട്ടേക്ക് അത്ഭുതകരമായ ഒരു കാര്യമായിട്ട് പിന്നീട് എന്തായത് നടന്നത്. ആ ഒരു ചരിത്രവും അതേപോലെ ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പെരുന്നാളിലെ ആ ഒരു നാൾ എങ്ങനെ ആയിട്ടിന്തും അത് പെരുന്നാളിലെ നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആക്കിയ കാര്യം എന്തിരല്ല ഈ ഒരു ചരിത്രം കാര്യമായിട്ട് ഉണ്ട് ഞങ്ങൾ എന്താക്കരുത് ചൊല്ലവ പോകേണ്ടത്. ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പെരുന്നാളിൽ അണ്ടത്തെ ഒരു 4 ചൊല്ലത് അണ്ട് ഏറ്റവും വേഗമാണ് ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ എന്താക്കേണ്ടതെന്ന് എണിച്ചുകൊണ്ടിരുന്നത്. എനിക്കിത് മാത്രമല്ല എണിച്ചിട്ട് പെരുന്നാൾ 4 ആ ഒരു സുന്നത്തായ കുലിയും കുളിച്ചിട്ട് എന്നിട്ട് എന്താക്കും നല്ല അത്തറും എന്താക്കും തേക്കും, അതായത് സെൻറ്റ് അത്തറെല്ലാം തേക്കും. അതേപോലെ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ഡ്രസ്സാണ് ആര ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ എന്താക്കേണ്ടിരുന്നത് ഇട്ടുകൊണ്ടിരുന്നത്. അതുമാത്രമല്ല അതേപോലെ 84 ഫിത്ർ സക്കാത്തുള്ള ആ സക്കാത്തും കാര്യം എന്ന് കൊടുക്കുവാൻ പ്രത്യേക ശ്രദ്ധ കൊടുത്തിട്ടും അത് കൊടുത്തുവിട്ടും പിന്നീട് ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ സ്വന്തം ഔത്തയോടെ കാണാൻ പോയോണ്ടിരുന്നത് ഇത് അതായത് നിസ്കാരത്തുകളിൽ ആ ഒരു ജാഗ അതായത് എന്തേ ഈ പെരുന്നാളിൽ നിസ്കരിക്കുള്ള സ്പെഷ്യലായ ഒരു ജാഗയാണ് ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ എന്താക്കേണ്ടിരുന്നത് പോയോണ്ടിരുന്നത്. അതുമാത്രമല്ല പോകേണ്ട സന്ദർഭത്തിൽ ആ ഔത്തുരെ ആ ഒരു നിസ്കാരത്തെ ജാഗ എത്ര ആ ഒരു ജാഗത്തോളം ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ എന്താക്കേണ്ടത് തക്ബീർ ചൊന്നുകൊണ്ടാണ് പോയോണ്ടിരുന്നത്. അതുമാത്രമല്ല പോകേണ്ട ആൾക്കാർ കിട്ടിയ ആശംസ അറിയിച്ചുകൊണ്ടും അതായത് തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും ഇത് ഞങ്ങൾ പെരുന്നാളിലുണ്ട് ചൊല്ലണ ഒരു കാര്യമാണ്. ആരെ കാണും ആശംസിക്കണമായത് ഈ ഒരു രീതിയിലാണ്. അതേപോലെ ഈ ഒരു കാര്യം ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങും അതേപോലെ സ്വഹാബികളും പരസ്പരം കണ്ടുകൊണ്ടിരുന്നെങ്കിൽ ഈ ഒരു ഇതാണ് എന്താക്കിക്കൊണ്ടിരുന്നത് ചൊന്നുകൊണ്ടിരുന്നത്. അങ്ങനെ പോയിട്ട് പിന്നീട് ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ എന്താ പരിശുദ്ധമായ പെരുന്നാൾ നിസ്കാരവും കാര്യവും എല്ലാം നടത്തിക്കൊണ്ടിരുന്നു. അതേപോലെ ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഈ പെരുന്നാൾക്ക് പോകേണ്ട സന്ദർഭത്തിൽ ഒരു റോഡിലാണ് പോയിട്ടിരുന്നുണ്ടെങ്കിൽ പറയുമ്പോൾ പിന്നൊരു റോഡിലായിട്ടാണ് വന്നോയുന്നത്. അതായത് പോകുമ്പോൾ ആൾമാരെ കണ്ടിട്ട് എന്ത് ഈ ആശംസ അറിയിച്ചുകൊണ്ടിരുന്നെങ്കിൽ പറയുമ്പോൾ പിന്നെ റോഡിലൂടെ കൂടി പറയുമ്പോൾ വേറെ കുറേ ആൾക്കാർ കാണും അങ്ങോട്ടും ആശംസ അറിയിച്ചുകൊണ്ട് ഇങ്ങനെയാണ് ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ എന്താക്കിയിട്ടുള്ളത് പെരുന്നാളിലെ നാൾ ഇങ്ങനെയാണ് ഇന്നത്. അതേപോലെ എല്ലാ ഭാര്യമാരെ ഒത്തുക്ക് പോയോണ്ടും അങ്ങോട്ടേക്ക് ടൈം സ്പെൻഡ് ആക്കിയോണ്ടും അതേപോലെ സുഹൃത്തുക്കളായ ആൾക്കാർ ബാക്കിയുള്ള സ്വഹാബികളെ ഒത്തുക്ക് പോയോണ്ടും അങ്ങോട്ടേക്ക് ഒരു സൗഹാർദ്ദവും കാര്യം ഇങ്ങനെയാണ് ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഒരു പെരുന്നാളിൻ്റെ നാൾ എന്താക്കേണ്ടിരുന്നത് ആചരിച്ചുകൊണ്ട് ഇന്നത്. ഇത് പെരുന്നാളിൽ നടന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്താ ചരിത്രത്തിൽ കാണാൻ സാധ്യതയുണ്ട്. അതിൽപ്പെട്ട ഒരു സംഭവമാണ് ഒരു നാൾ ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഇങ്ങനെ പെരുന്നാൾ നിസ്കരിക്കുകയാണെങ്കിൽ എന്താക്കുന്നത് പോയോണ്ടുള്ളത്. അങ്ങനെ പോകേണ്ട സന്ദർഭത്തിൽ കുറേ മക്ക എന്താക്കിയുള്ളവർ കളിച്ചുകൊണ്ടുള്ള ഒരു ജാഗയിൽ കുറേ മക്കെല്ലാം കൂടിയിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടുള്ള ഇങ്ങനെ കളിക്കുന്ന സന്ദർഭത്തിലാണ് ഒരു കിടാവിടെ എന്താ അവർ കണ്ടത്. ഒരു പല ഡ്രസ്സ് ഇട്ടിട്ട് പറഞ്ഞ പോലത്തെ ഒരു ഡ്രസ്സും ഇട്ടിട്ട് ഒരു മൂലിൽ ഇങ്ങനെ നിന്നിട്ട് കിടാവ് എന്താക്കിയുണ്ടോ പുൽപ്പെട്ടുകൊണ്ടുണ്ട്. ബാക്കി മക്ക ചൊല്ലത് നല്ല ഡ്രസ്സെല്ലാം ഇട്ടിട്ട് എന്താക്കിയുണ്ട് കളിച്ചുകൊണ്ടും പിടിച്ചുകൊണ്ടാണ് ഉള്ളത്. അപ്പോഴാണ് ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നേരെ ആ ഒരു കിടാവ് മുട്ട പോയിട്ട് കേൾക്കരുത്, എന്ത് മോനെ നീ എന്തേ ഇങ്ങനെ ബേജാറിലുള്ള, നീ എന്തേ പുതിയ ഡ്രസ്സ് എന്ത് ഇടാത്ത, എന്ത് മക്കളിട്ട് നീ കളിക്കാത്തത്. അപ്പോഴാണ് ആ ഒരു കിടാവ് എന്താക്കരുത് ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചൊല്ലത്, എൻ്റെ ബാപ്പ എന്തായാലും ഒരു യുദ്ധത്തിൽ പോയിട്ട് എന്തായതാണ് ഷഹീദായതാണ്. അപ്പോൾ എൻ്റെ നോക്കും ഇപ്പോൾ ആളില്ല, അതുകൊണ്ട് എൻ്റെ കയ്യിൽ പൈസ ഞങ്ങളുടെ ഞങ്ങളുടെ എന്തില്ല പൈസയും കാര്യം ഒന്നുമില്ല.
അതുപോലെ നല്ല ഡ്രസ്സില്ല, ഭക്ഷണം കാര്യമൊന്നും ഇല്ല. പക്ഷേ ഈ മക്ക ഇങ്ങനെ കളിക്കെടുതെല്ലാം കണ്ടിട്ട് അന്നൊക്കെ എന്തായിട്ട് എൻ്റെ ബാപ്പരെ എന്നൊക്കെ എന്തായിട്ട് ഓർമ്മയായിട്ട് നബിയായിട്ടാണ് ചൊല്ലിയത്. ഈ ഒരു സംഭവം കേട്ടിട്ട് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭയങ്കര എന്തായത് ബേജാറായിട്ട് അങ്ങനെ നേരെ ആ ഒരു കിടാവിട്ട് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലും, നിക്ക് ഈ മുഹമ്മദ് നബി ഈ നാനായ മുഹമ്മദ് നബി നിക്ക് ബാപ്പ ആവുകയും ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഉമ്മ ആവുകയും അതേപോലെ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് സഹോദരിയായിട്ട് കിട്ടി എനിക്ക് കൊസ്സിയാവുകൊണ്ട് ആരുടെ കേൾക്കരുത്. അവർ കുഞ്ഞു കിടാവിടേക്ക് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേൾക്കരുത്. അങ്ങനെ നേരെ ആ കിടാവിടെ കൂട്ടിയോണ്ടു ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താ ഔത്തുകബുണ്ട്. അങ്ങനെ ഔത്തുബ എന്നിട്ട് ആ കിടാവിടെ കുളിപ്പാട്ടിയിട്ട് ആ കിടാവ് നല്ല ഡ്രസ്സെല്ലാം ഇട്ടിട്ട് കിടാവ് ബേനായ ഭക്ഷണം കാര്യമെല്ലാം ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താക്കുക കൊടുക്കും. അങ്ങനെ കൊടുത്തിട്ട് ആ കിടാവ് എന്താക്കട്ടെ നേരെ 6-3 കളിച്ചു ഇന്നെങ്കിട്ട് ആ ഒരു ചങ്ങായിമാരട്ടിക്ക് 6 ഈ കിടാവ് കൊണ്ടു. അപ്പോൾ ആ മക്ക കേൾക്കുന്നത്, നീ എന്ത് ഇത്ര നമ്മുടെ പുൽപ്പെട്ടോ ഇന്നിപ്പോൾ എങ്ങനെ സന്തോഷമനായി നീ കാറി ഡ്രസ്സും കാര്യമെല്ലാം തന്നതുണ്ട് കേൾക്കുമ്പോൾ ആ കിടാവ് ചൊല്ലു, നക്ക് ലോകത്തിലെ ഏറ്റവും ഉന്നതമായ ബാപ്പയും ഉമ്മയും അതേപോലെ നക്കൊരു കുടുംബവും കിട്ടിത്ത്. അതായത് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചിട്ടാണ് ഈ കിടാവ് എന്താക്കരുത് ചൊല്ലത്. അപ്പോൾ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ പിറന്നാൾ ആ കിടാവരുടെ കാട്ടിങ്ങത്തെ ഒരു കാരുണ്യവും നമ്മൾ എടുത്തു ചൊല്ലണായ ഒരു കാര്യം കൂടിയായിട്ടിരിക്കണം. അതേപോലെ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറന്നാൾ എല്ലാ സന്തോഷത്തും എല്ലാത്തും കൂട്ടുന്നതിൻ്റെ ഒരാളാണ് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. കഴിഞ്ഞതിൽ നിന്നാണ് ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹുവിൻ്റെ ചരിത്ര ചൊല്ലുന്ന സന്ദർഭത്തിൽ ഞാൻ ചോദിച്ചിരുന്നത് പെരുന്നാളിനാളുണ്ട് ആയിഷ ബീബി റളിയല്ലാഹുവിൻ്റെ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാട്ടിങ്ങത്തെ ആ ഒരു കരുണ, അതായത് ചെറിയ കിടാവ് ആയിട്ടിരിക്കുന്ന സന്ദർഭത്തിലുള്ള ഏകദേശം ഒരു 10 വർഷം 12 വർഷത്തെ ആ ഒരു സന്ദർഭത്തിലാണ് ഈ ഒരു പെരുന്നാൾ നടക്കുന്ന സന്ദർഭത്തിൽ എന്ത് ഹബഷിയ ആൾക്കാർ എന്ത് ഈ ഒരു കലിയും നടക്കുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് നോക്കുകുല്ലെ ഒരു കാര്യമാക്കി കൊടുത്തതും അത് കഴിഞ്ഞ വീട്ടിൽ നിന്നാണ് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചില്ല. ആ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു വന്നിട്ട് എന്താക്കുക ഞങ്ങൾ ശകാരിക്കരുത്, അതായത് ഈ പല്ലിയല്ല ഇങ്ങനെ ആക്കുക തീരാൻ ചൊല്ലുന്ന സന്ദർഭത്തിൽ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലത് ഇത് പിറന്നാളിൻ്റെ നാളാണ്, അങ്ങ് സന്തോഷിക്കുക എന്താക്കും വിട്ടുകൊണ്ടുകൊണ്ടാണ് ചൊല്ലത്. അപ്പോൾ ആ ഒരു എല്ലാ സന്തോഷത്തിലും കൂടിയ ഒരാളാണ് ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ അങ്ങനത്തെ ഒരു പിന്നൊരു സംഭവം നടക്കുന്നത് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹുവിൻ്റെ ഔത്തുലാണ് ഇങ്ങനെ കിടന്നിട്ടുള്ളതാണ്. അതൊരു പിറന്നാളിൻ്റെ നാളാണ്. കിടന്നിട്ട് ഇങ്ങനെ ഇക്കടെ സന്ദർഭത്തിൽ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താക്കിയിട്ടുണ്ട്, മുഖത്ത് ഇങ്ങനെ തുണിയിട്ടിട്ടാണ് കിടന്നിട്ടുള്ളത്. ഈ സന്ദർഭത്തിൽ 2 പെൺമക്ക, അത് ചെറിയ പെൺമക്ക വന്നിട്ട് എന്താക്കിയുള്ളത് പാട്ട് പാടിക്കൊണ്ടാണ് ഉള്ളത്. പാട്ട് പാടിച്ചുള്ളത് ഒരു യുദ്ധത്തെ കുറിച്ചിട്ടാണ് അങ്ങനെ എന്താക്കിയിട്ടുള്ളത്, ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടുള്ളത്. അങ്ങനെ അതായത് ബഅസ ഒരു യുദ്ധത്തെ കുറിച്ചിട്ടാണ് ഇങ്ങനെ പാട്ട് പാടുന്നത്. ഈ പാട്ട് പാടുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താ കൗതുകു പത്തിബണ്ട് സന്ദർഭത്തിൽ കിടന്നിട്ടുള്ളത്. അപ്പം ഈ മക്കൾക്ക് എന്താക്കറ് ബഹുമാനയുടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയട്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഔത്തുലേക്ക് കിടന്നിട്ടുള്ളല്ലേ ഉപദ്രാക്കു തീര എന്ന രീതിയിലാണ് ചൊല്ലത്. അപ്പോഴാണ് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖത്തെ ആ ഒരു തുണിയെടുത്ത് ചൊല്ലും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊല്ലും, നീ അവങ്ങൊന്നും ചൊല്ലണ്ട, ഉണ്ടെങ്കിൽ പിറന്നാളിൻ്റെ നാളാണ്, അങ്ങ് സന്തോഷിക്കട്ടെ, അങ്ങ് പാടട്ടെ, നല്ല വിഷയമാണ്. ആ ഒരു രീതിയിൽ അതായത് അങ്ങനെ സന്തോഷത്തിന് എന്തായില്ല എതിർന്നുണ്ടില്ല ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലത്. അതേപോലെ പിറന്നാളിൻ്റെ നാളിൽ നടന്ന പിന്നെ ഒരു കാര്യം, ഒരു പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബണ്ട് നാൾ ഒരു ആൾ ഇവിടെ ഉണ്ട് മദീനത്തിൽ ഇങ്ങനെ നിന്നിട്ടുണ്ട്, ഒരു പാവപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഇയാൾക്ക് എന്തില്ല എന്ത് പെരുന്നാളും കാര്യം ഉണ്ടായാലും ഗൊന്തില്ല. അപ്പോഴാണ് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾ ഔത്തു കൂട്ടിയ പിറകുകയും അയാൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുകയും അത് നല്ല ആ ഒരു പെരുന്നാൾ നാൾ സന്തോഷമാക്കിയിട്ട് അതിൽ എന്താക്കിയിട്ട് കടത്തിയിട്ടുണ്ടാണ്. അപ്പോൾ ഈ പെരുന്നാൾ നാളുണ്ടെങ്കിൽ ആക്കുന്നത് ഇതാണ്, എല്ലാ ആൾക്കാരും എന്താക്കുക സന്തോഷിക്കുക, കുടുംബാംഗങ്ങൾ സന്തോഷിക്കാം, ഈ ഒരു കാര്യമാണ്. അതേപോലെ പിടിച്ചൊന്ന് ഒരു ചരിത്രം പോലെ ബഹുമാനപ്പെട്ട ഹസൻ ഹുസൈൻ റളിയല്ലാഹുവിന് എന്താക്കുന്നതാണ്, ബഹുമാനപ്പെട്ട ഫാത്തിമ ബീബി റളിയല്ലാഹുവിൻ്റെ മുട്ട പോകേണ്ടതാണ്, ഉമ്മര മുട്ട പോയിട്ട് അതൊരു പെരുന്നാൾ മുന്നോളത്തുണ്ടാണ് പോയിട്ട് ഉമ്മട്ടിക്ക് ചൊല്ലത്, ഉമ്മ ഞങ്ങൾക്ക് ഡ്രസ്സില്ലേ പെരുന്നാൾക്ക്, നാളെ പെരുന്നാളല്ലേ, പെരുന്നാൾക്ക് ഞങ്ങൾക്ക് ഡ്രസ്സില്ലുണ്ടാണ് കേൾക്കുന്നത്. അപ്പോഴാണ് അതായത് എൻ്റെ ചങ്ങായിമാർ എന്താ ഞങ്ങൾ ഡ്രസ്സും കാര്യം നമ്മൾ കാട്ടിയതാറ്, ഞങ്ങൾ ഡ്രസ്സൊന്നും കാട്ടിത്തറുണ്ടാണ് ചൊല്ലത്. അപ്പോൾ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീബി റളിയല്ലാഹുവിൻ്റെ കയ്യിൽ എന്തില്ല, പൈസ ഇല്ല, അതായത് ഈ ഡ്രസ്സും കാര്യം എടുക്കുക പൈസ ഇല്ലെന്ന്. അപ്പോഴാണ് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ മക്കളോട് ചൊല്ലത്, നിങ്ങൾക്ക് ഡ്രസ്സ് തുന്നുടെ ആൾ എന്താക്കിയിട്ടില്ല, ഡ്രസ്സ് തുന്നിയിട്ട് കടത്തിയിട്ടില്ല,
നീ എന്താക്കും കടത്തും, അതായത് അള്ളാഹു നിയോഗുള്ള ഡ്രസ്സ് എന്താക്കും കടത്തുകൊണ്ടാണ് ആരുടെ ചൊല്ല മക്കളിട്ടേക്കും ചൊല്ലത്. അതുകൊണ്ട് നീ എന്താക്കണ്ട ബേജാറാക്കണ്ട, നിയോഗം എന്താവും ഡ്രസ്സ് കിട്ടുകൊണ്ടാണ് ചൊല്ലത്. അങ്ങനെ മക്ക എന്താക്കിയാറ് 54 മക്ക വറങ്ങിയാറ്. അങ്ങനെ വറങ്ങിയ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മനസ്സ് ഉറുകിയിട്ട് എന്താക്കിയത് അള്ളാഹുടെ ദ്വാർന്നിട്ട് ഈ മക്ക ഈ ഒരു കാര്യം കേട്ടിട്ടാണ് ദ്വാർന്നത്. അങ്ങനെ ഈ ദ്വാർന്നിട്ട് തെല്ലുന്ന ആരെ കഴിഞ്ഞാൽ പിന്നെ ഒരാൾ വന്നിട്ട് എന്താ ബായിൽ കൊട്ടുന്നതാണ്. അങ്ങനെ ബായിൽ കൊട്ടിയിട്ട് നോക്കുമ്പോൾ ഒരാളെന്ത് വന്നിട്ട് എന്താക്കിയത് ഒരു ഡ്രസ്സ് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ കൊടുത്തു. ഇത് നിങ്ങളെ മക്കകുല്ല ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലെ ഡ്രസ്സാണ്. കാരണം ഈ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ചെറിയ മക്കല്ലേ, ചെറിയ കിടാവല്ലേ, അങ്ങോട്ടാണ് ഈ ഡ്രസ്സിൻ്റെ ആര് ചൊല്ലത് വന്ന ആൾ എന്താക്കി ചൊല്ലത്. അങ്ങനെ ഒരു നല്ല ഡ്രസ്സാണ്, ഒരു പട്ടറ് പോലത്തെ ഒരു ഡ്രസ്സാണ്. അങ്ങനെ ഈ ഒരു ഡ്രസ്സ് ഇട്ട് പിറ്റാണ്ട് ബഹുമാനപ്പെട്ട ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ ഡ്രസ്സ് ഇട്ടിട്ട് പോയിട്ട് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടെത്തുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എടുത്ത് എവിടെയാണ് ഈ ഡ്രസ്സ് കിട്ടിയതിൻ്റെ അല്ല കേൾക്കട്ടെ. അപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചൊല്ലി ഇങ്ങനെ ഇന്നലെ സംഭവം നടന്നത്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലത് അത് ഇന്നലെ വന്നത് ആരാണ്? ജിബ്രീലാണ് വന്നത്. അതേപോലെ ഈ ഡ്രസ്സ് ചൊല്ലി കൊടുത്തതാണ് സ്വർഗത്തിൽ നിന്നുള്ള ഡ്രസ്സാണ്, അള്ളാഹു ആണ് അറിവ് കിടത്തിയത്, ഈ രണ്ട് മക്കൾക്ക് വേനായിട്ട് കിടത്തിയത് കൊണ്ടാണ്. അപ്പോൾ അത് അള്ളാഹു കൊടുത്ത ഒരു സമ്മാനാണ് ആർക്ക്? ബഹുമാനപ്പെട്ട ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക്. അതായത് ഈ രണ്ട് മക്കൾക്ക് വേനായിട്ട് അള്ളാഹു ആ ഒരു ദുആ സ്വീകരിച്ച് എന്നുള്ള രീതിയും ആ പെരുന്നാൾ മക്കളെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. അതേപോലെ ഈ ഒരു പെരുന്നാളും സംബന്ധിച്ച് പിന്നെ ഒരു കാര്യം, പെരുന്നാൾ നിസ്കരിച്ചിട്ട് കഴിഞ്ഞ് ഇക്കടെ സന്ദർഭത്തിൽ ഈ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ രണ്ട് മക്ക ഇവിടെ കൊണ്ടത് ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഒരു കുഞ്ചിക എന്താക്കുന്നതാണ് പത്രതാണ്. അപ്പോൾ ഈ മക്കൾക്ക് കളിക്കുള്ള ഒരു ടെൻഡൻസി ഗൊന്തായി ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താക്കുക ബഗ്ഗി കൊടുക്കുറോ. അപ്പോൾ ഈ രണ്ട് മക്ക എന്താക്കാറ് ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേലിങ്ങനെ വന്ന് ദയിക്കാറ്. അങ്ങനെ ദച്ച സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലു, അതിൽ വേറെ സ്വഹാബി എന്താണ് അഭിപ്രായമുണ്ട്. അങ്ങനെ ഈ സ്വഹാബി ആണ് ചൊല്ലത് എന്തേ നിയോഗം എന്തായിട്ട് ലോകത്തിലെ ഏറ്റവും നല്ല ഒരു 110 യോഗം എന്തായിട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് ഹബീബിന റസൂൽ തമാശ രൂപേന്ന് ചൊല്ലത് നല്ല ഒരു 110 യോഗ സവാറിയാക്കുക എന്തായിട്ട് കിട്ടിയിട്ടുണ്ടാണ്. ലോകത്തിലെ ഏറ്റവും നല്ല ഒരു 110 ആണ് നിങ്ങൾക്ക് കിട്ടിയതുണ്ടാണ് ചൊല്ലത്. അപ്പോൾ തമാശ രൂപേനും ചൊല്ലതാണ്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലത് എന്താ ഇത് മാത്രമല്ല, ഈ സവാരി ആക്കിക്കൊണ്ടുള്ള ആൾക്കാരും ലോകത്തിലെ ഏറ്റവും ഉന്നതരായ ആൾക്കാരാണ്. അതായത് ബഹുമാനപ്പെട്ട ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ഇങ്ങനെ ജണ്ടാലും ഏറ്റവും ഉത്തമമായ ആളാണ്. അപ്പോൾ ഹബീബിന റസൂൽ ചൊന്നു കൊടുക്കുകയാണ്. അതായത് മക്കളോടുള്ള ആ ഒരു സന്തോഷം, പെരുന്നാളിൽ ചൊല്ലത് സന്തോഷത്തിലൂടെയും ശാന്തിയിലൂടെയും സമാധാനത്തിലൂടെയും ഇരിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവർക്കും സമാധാനത്തിൽ ഇരിക്കേണ്ടത് കാര്യം കൂടിയായിട്ട് കറിയത് പരിശുദ്ധമായ ഈ ഒരു പെരുന്നാൾ ചൊല്ലത് ആ ഒരു കാര്യമാണ് ഈ പെരുന്നാൾ കാര്യത്തിൽ ഞങ്ങൾ എന്താ കാണുക സാധ്യമായിട്ടും. അപ്പോൾ ഇത്രയും കൂടിയായിട്ട് ഞങ്ങൾ ഈ ഒരു സ്റ്റോറി ചൊല്ലത് പെരുന്നാൾ നാളത്. അപ്പോൾ എല്ലാ ആൾക്കാർക്കും ഈ സുസൈൻ മീഡിയത്തെ ഭാഗ്യമായിട്ട് ബണ്ട് എല്ലാവർക്കും ഇന്ന് പെരുന്നാളിൽ ആ ഒരു ആശംസ നിങ്ങൾക്ക് എന്താക്കുക അറിയിക്കുക. അപ്പോൾ ഇത്രയായിട്ട് ഞങ്ങൾ ഈ ഒരു 34 റമളാൻ്റെ ഒരു സീരീസ് ചൊല്ലത്. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു ചൊന്നെങ്കിത് ചരിത്രം നിങ്ങൾ എന്തായിരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അഭിയായിരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഈ കേട്ട എനിക്കത്തെ ഈ ഒരു സന്ദർഭത്തിൽ, അതായത് ഈ കേട്ട ചരിത്രം കേട്ട എല്ലാ ആ ഒരു സമയം ചൊല്ലത് അള്ളാഹു നിങ്ങൾ കബൂലാക്കുമാറാകട്ടെ. അതേപോലെ അത് നിങ്ങളൊരു നല്ലൊരു ഹസനത്തായി അള്ളാഹു എഴുതട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ബണ്ടൂർ നാൾ പുതിയ കിട്ടിയെങ്കിൽ ഇൻഷാ അല്ലാഹ് സമയം കിട്ടിയെന്ന് കണ്ട് നിങ്ങൾ എന്താക്കുക പുതിയ ചരിത്രമായിട്ട് ഞാൻ ബണ്ട. അപ്പോൾ എല്ലാവരും നക്ക് ബേനായിട്ടും അതേപോലെ എൻ്റെ കുടുംബത്തിക്ക് ബേനായിട്ടും നിങ്ങളെല്ലാവരും എന്താക്കുക ദുആർക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഖൈറും റഹ്മത്തും ബറക്കത്തും ചൊരിഞ്ഞ് അള്ളാഹു എന്താക്കുക അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി എൻ്റെ ഈ ഷുസൈൻ മീഡിയത്തെ ഭാഗമായിട്ട് നിങ്ങൾ എല്ലാവർക്കും ഈദ് മുബാറക്. തഖബ്ബൽ അല്ലാഹു മിന്നാ വ മിൻകും സ്വാലിഹൽ അമാൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.